ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില ഫുട്ബോൾ സൊറകളാണ്. ആദ്യം തന്നെ നമുക്ക് വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ച് സംസാരിക്കാം. ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ റയൽ മാഡ്രിഡിലെ വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്, പകരം ബ്രസീലിലെ വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബാലൻഡിയോർ കോലാഹലം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, കോളിലൊക്കെ സൃഷ്ടിച്ച ആ ഒരു സെറിമണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിനീഷ്യസ് ജൂനിയർ ബ്രസീലിയൻ കുപ്പായത്തിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ 2 മത്സരങ്ങളാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് അവർ കളിക്കുക. ഇന്ന് രാത്രി 2:30 വെളുപ്പിന് 2:30 ഇന്ത്യൻ സമയം വെനിസ്വേലയ്ക്കെതിരെ വെനിസ്വേലയുടെ ഹോം ഗ്രൗണ്ടിലാണ് ബ്രസീൽ ആദ്യത്തെ മത്സരം കളിക്കുന്നത്. പിന്നീട് ഉറുഗ്വേക്കെതിരെയുള്ള മത്സരമാണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ. അപ്പോൾ നമുക്കറിയാം, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഫോമിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് റിസൾട്ടുകൾ അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവർ തുടരെ 2 മത്സരങ്ങൾ വിജയിക്കുന്നതും ആ രീതിയിൽ അവരിപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിനീഷ്യസ് ജൂനിയർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 2 മത്സരങ്ങളും ബ്രസീൽ വിജയിച്ചു. അത് വിനി ജൂനിയർ കളിക്കാത്തതുകൊണ്ട് ജയിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നത് ശരിയായിട്ടുള്ള സംഭവമല്ല. വീക്കർ ഒപ്പോണൻസുകൾക്കെതിരെയായിരുന്നു ബ്രസീലിൻ്റെ മത്സരം ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രസീൽ വിജയിക്കുന്ന നമ്മൾ കണ്ടു. റഫീനിയൊക്കെ ഇംപ്രസീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന പലരുടെയും കണ്ണിലെ നിലവിലത്തെ ലോകത്തിലെ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനം കാര്യങ്ങളൊക്കെ കണക്കാക്കപ്പെടുന്ന തരത്തിലുള്ള പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ നിരവധി മൊമെൻറ്റ്സിൽ, അതും ക്ലച്ച് മൊമെൻറ്റ്സിലൊക്കെ ഡെലിവറി ചെയ്യുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വെള്ളക്കുപ്പായത്തിൽ മാജിക്കൽ മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യമായിട്ടുള്ള ബ്രസീലിൻ്റെ കുപ്പായത്തിൽ കൂടി ഡെലിവറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സമയം എപ്പോഴേ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനിയെങ്കിലും അത് ചങ്ങായി ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണ് വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം, ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഡെബ്യൂ നടത്തിയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഈ 5 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ബ്രസീലിന് വേണ്ടിയിട്ട് 5 ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. ഒപ്പം 5 അസിസ്റ്റുകളും അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 35 മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചു. അതിൽ 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് മാത്രമേ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹം 12 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചു. അതിൽ 1 ഗോൾ 1 അസിസ്റ്റ്. അതിൽ തന്നെ ആ ഗോൾ എന്ന് പറഞ്ഞാൽ ചിലിക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വാളിഫയർ മത്സരമായിരുന്നു. ഓൾറെഡി ബ്രസീൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചെടുത്തതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു അത്. അതിലാണ് അതിനൊന്ന് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടുള്ളത്. 12 ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് കളിച്ചു. അതിൽ 1 ഗോൾ 2 അസിസ്റ്റുകൾ. കോപ്പ അമേരിക്കയിൽ അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ പരാഗ്വേക്കെതിരെ ബ്രേസ് അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെയോ വേൾഡ് കപ്പിൽ 4 മത്സരങ്ങൾ കളിച്ചു. അതിൽ 1 ഗോളും 2 അസിസ്റ്റും. ഇത്തരത്തിൽ 5 ഗോളുകളും 5 അസിസ്റ്റുകളും 35 മത്സരങ്ങളിൽ നിന്ന് 2135 മിനിറ്റ്സ് അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇത് അത്ര നല്ല സ്റ്റാറ്റല്ല. എങ്ങനെ വിനി ജൂനിയർ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ എബിലിറ്റി നമുക്കൊക്കെ അറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്റ്റാറ്റ് അത്ര നല്ലതല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ബ്രസീലിയൻ അരങ്ങേറ്റത്തെക്കുറിച്ചും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, നമുക്കറിയാം 2018 ഫ്ലമിംഗോയിൽ നിന്നും റയൽ മാഡ്രിഡിലേക്ക് പോകുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ കാര്യങ്ങൾ അത്ര സുഖമുള്ളൊരു സമയമൊന്നും ആയിരുന്നില്ല. ഒരു യങ് ഫുട്ബോളർ ബ്രസീലിൽ നിന്നും സ്പെയിനിലേക്ക് പോകുന്നു, അതും റയൽ മാഡ്രിഡിൻ്റെ കുപ്പായം ധരിക്കാൻ പോകുന്നു. മോശമില്ലാത്ത രീതിയിലുള്ള പൈസ റയൽ മാഡ്രിഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലെയറിൽ, ആ ഒരു ടാലൻറ്റിന് ആണ് റയൽ മാഡ്രിഡ് പൈസ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അവസരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ നിന്ന് പോകുന്നു. ബെയിലാണെങ്കിൽ എപ്പോഴും ഇഞ്ചുറി ആയിട്ടിരിക്കുന്നു. അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇഡൻ ഹസാർഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ, ഒരു ഗലാക്ടിക്കോ സൈനിങ്ങിനെ റയൽ മാഡ്രിഡ് കൊണ്ടുവരുന്നു. പക്ഷേ ഇഡൻ ഹസാർഡിന് ഒന്നും അവിടെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ ഉടനെ തന്നെ വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ അധികം സമയം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ എക്സ്പെക്റ്റേഷൻ വരുന്നു, തോളിൽ എക്സ്പെക്റ്റേഷൻ വരുന്നു. കാരണം ബാക്കി ആളുകളൊന്നും ഡെലിവറി ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ വിനി ജൂനിയറിനോട് ഡെലിവറി ചെയ്യാൻ ആളുകൾ ആവശ്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള ആ ഒരു ഭാരം അദ്ദേഹത്തിൻ്റെ തലയിൽ വന്നു ചേരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തുടക്കത്തിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് റോ ടാലൻ്റായിരുന്നു. അതിന് സമയം വേണമായിരുന്നു ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹം തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈവൻ ഫാൻസിൻ്റെ ഹീറ്റ് നേരിടേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡ് ആരാധകരുടെ. അതുപോലെ തന്നെ ഈവൻ കരീം ബെൻസിമയൊക്കെ ആ ഒരു ടണലിൽ നിന്നുകൊണ്ടുള്ള ആ ദൃശ്യമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആൾക്ക് പാസ് കൊടുക്കരുത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പോലും പറയുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള
മൊമെൻറ്റ്സൊക്കെ താണ്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം. കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അവിടെ നിലയുറപ്പിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു. അങ്ങനെ എന്താണ് ഇപ്പോൾ കാണുന്ന വിനി ജൂനിയറിലേക്ക് അദ്ദേഹം ഉയർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. റയൽ മാഡ്രിഡിലെ മെയിൻ മാനായിട്ട് മാറുന്ന ചിത്രം നമ്മൾ കണ്ടു. അതിൽ തന്നെ ഇപ്പോൾ കിലിയൻ എംബാപ്പയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലും വിനി ജൂനിയർ ഞാനാണടാ ഇവിടുത്തെ മെയിൻ മാൻ എന്നുള്ളതാണ് ആളുകളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലൻഡിയോറിൽ 2ാം സ്ഥാനത്തേക്ക് വരെ അദ്ദേഹം എത്തുന്നു. പലരും വിചാരിച്ചിട്ടാണ് അദ്ദേഹം ബാലൻഡിയോർ കിരീടം സ്വന്തമാക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വളർച്ചയാണ് നമുക്ക് പിന്നീട് വിനി ജൂനിയറുടെ കരിയറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബെസ്റ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഇതിനിടയിൽ 2019 ടി എന്ന് പറയുന്ന ബ്രസീലിയൻ കോച്ച് വിനി ജൂനിയർ എന്ന് പറയുന്ന 19-കാരന് ബ്രസീലിയൻ ഡെബ്യൂ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. കോളപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഡെബ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 2019 അത് കൊടുക്കുന്നു. പെറുവിനെതിരെയുള്ള മത്സരത്തിൽ ഒരു 16 മിനിറ്റ്സ് ക്യാമിയോ അദ്ദേഹത്തിന് കൊടുക്കുന്നു. പക്ഷേ ആ മത്സരം ബ്രസീൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരത്തിൽ തന്നെ ബ്രസീൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു സ്റ്റാർട്ടറായിട്ടൊന്നും അദ്ദേഹത്തെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, ടി എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെക്കനെക്കുറിച്ച് ഈ ചെങ്ങായിനെക്കുറിച്ച് നല്ലത് മാത്രമേ ആ ഒരു സാഹചര്യം പറയാനുണ്ടായിരുന്നുള്ളൂ. കാരണം ടാലൻറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ ടാലൻറ്റ് കണ്ടുകൊണ്ട് തന്നെയാണല്ലോ റയൽ മാഡ്രിഡും ചെങ്ങായിനെ ഫ്ലമിംഗോയിൽ നിന്നും പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ആൾക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ, അത് ഇമ്പ്രൂവ് ആക്കണം. അതുപോലെ തന്നെ ഓഫ് ദ ബോൾ ഡിഫെൻസീവ് വർക്കിൽ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആൾ ഒരു നാച്ചുറൽ ടാലൻ്റാണ്, അതൊരു ഗ്രേറ്റ് ടാലൻ്റ് തന്നെയാണ്. മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്, വെറും 19 വയസ്സ് മാത്രമേ ഈ ചെങ്ങായിക്ക് പ്രായമുള്ളൂ എന്നാണ്. അപ്പോൾ ആളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. കാരണം നല്ല കരിസ്മയുണ്ട് ഈ ചെങ്ങായിക്ക് എന്നുള്ളതാണ് ആരോസിൽ ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം മെൻറ്റാലിറ്റി ആരോസിൽ തന്നെ ടി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളിനൊരു സ്റ്റാർട്ടറായിട്ടൊന്നും ടി യൂസ് ചെയ്യുന്നില്ല. പിന്നീട് നവംബർ 2021 ചെങ്ങായിക്ക് ഒരു ഫുൾ ഡെബ്യൂ കൊടുക്കുന്നതും 90 മിനിറ്റ്സും അദ്ദേഹം കളിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും എന്താണ്, ആൾ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഗോളൊന്നും അടിച്ചിട്ടില്ല. ആ നവംബർ 2021 മത്സരം ചെങ്ങായിയുടെ 9ാമത്തെ ബ്രസീലിയൻ ക്യാപ്പായിരുന്നു. പിന്നീട് എന്താണ് 3 വർഷം എടുത്തു ചെങ്ങായിക്ക് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഗോൾ അടിക്കാൻ. അതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു മീനിങ്ലെസ് ഗെയിമായിരുന്നു. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമായിരുന്നെങ്കിൽ പോലും ബ്രസീൽ ഓൾറെഡി ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ തലപ്പത്താണ് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ വിനി ജൂനിയർ ഗോൾ അടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ആദ്യത്തെ ഗോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊന്നും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചും ആരും കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഈവൻ ഈ അടുത്ത് വരെയും കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ജൂനിയറിൻ്റെ പ്രസൻസ് ആയിരുന്നു. അപ്പോൾ നെയ്മർ ജൂനിയറിൻ്റെ നിഴലിലായിരുന്നു വിനി ജൂനിയറും ബാക്കിയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഭാരവും, പ്രതീക്ഷയുടെ ഭാരവും നെയ്മർ ജൂനിയറാണ് തോളിലേറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നത്. അതത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ബ്രസീലിൻ്റെ എല്ലാ പ്രതീക്ഷകളും നെയ്മർ ജൂനിയറുടെ തലയിലാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ ചെങ്ങായി ആണ് ആദ്യം നേരിടുക. അപ്പോൾ ഈ വിനി ജൂനിയറിനെ പോലെയുള്ള പ്ലേയേഴ്സിലേക്കൊന്നും അത് എത്തുന്നുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. മാത്രമല്ല നെയ്മർ ജൂനിയർ ആണെങ്കിലോ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 128 മത്സരങ്ങൾ ചെങ്ങായി ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ 79 ഗോളുകളും 59 അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് എവറി 90 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഗ്രേറ്റ് ഫുട്ബോളാണ് നെയ്മർ ജൂനിയർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ നിഴലിലായിരുന്നു ബാക്കിയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ്. അതിൽ വിനി ജൂനിയർ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് വിനി ജൂനിയറിൻ്റെ മേലേക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ശരങ്ങൾ വന്നു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ജൂനിയറിന് ഇഞ്ചുറി പറ്റിയതിന് ശേഷമാണ്. അപ്പോൾ നെയ്മർ ജൂനിയറിൻ്റെ നിഴലിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ആരെങ്കിലും സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. ഒരു ടാലിസ്മാനെ ബ്രസീലിന് ആവശ്യമായിട്ട് വരുന്നു. നെയ്മറിൻ്റെ അഭാവത്തിൽ ആരും സ്റ്റെപ്പ് ചെയ്യുന്നില്ല. ആരും ലോകത്തോട് വിളിച്ചു പറയുന്നില്ല ഞാനാണ് ബ്രസീലിൻ്റെ പുതിയ ടാലിസ്മാൻ എന്നുള്ളത്. അത് പറയാൻ പറ്റുന്നില്ല ആർക്കും. കാരണം അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനിടയിലാണെങ്കിൽ ബ്രസീലിൽ പല പ്രശ്നങ്ങളുണ്ട്. മാനേജറിയൽ സിറ്റുവേഷനിൽ പ്രശ്നങ്ങളുണ്ട്. ടി പോകുന്നു വേൾഡ് കപ്പിന് ശേഷം. പിന്നെ അവിടെ ആ ഒരു ഫെഡറേഷനിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. എഡ്നാൾഡോ റോഡ്രിഗസ് എന്ന് പറയുന്ന ചെങ്ങായി കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും. അത് പിന്നെ റയൽ മാഡ്രിഡിലെ ബ്രസീലിയൻ പ്ലേയേഴ്സിന് വിനി ജൂനിയറും റോഡ്രിഗോക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമായിരുന്നു. അവരും ഭയങ്കരമായിട്ട് വോക്കലായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലാണ് വിനി ജൂനിയറും തൻ്റെ ബെസ്റ്റ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടും അറിയാം കാർലോ ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക തനിക്കാണ് എന്നുള്ളത്.
റോഡ്രിഗോക്കും അത് നന്നായിട്ട് അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി അത് ബ്രസീലിന് ഗുണം ചെയ്യുമെന്നൊരു തോന്നൽ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്താണ്, എർണാൾഡോ റോഡ്രിഗസിന് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. കാർലോ അഞ്ചെലോട്ടി റയൽ മാഡ്രിഡിൽ തന്നെ തുടരുന്നു. പിന്നെ എന്താണ്, വേറെ ഒരു ദിശയിലേക്ക് ബ്രസീൽ പോകുന്നു. ബ്രസീലിൽ നിന്ന് തന്നെയുള്ള കോച്ചിനെ തന്നെ കൊണ്ടുവരുന്നു. പക്ഷേ ആൾ 2 തോണിയിൽ കാലിടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഡെനീസിനെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോൾ അങ്ങനെ എന്താണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ബ്രസീലിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കോച്ചിങ് ഏരിയയിൽ. അത് പ്ലേയേഴ്സിനെയും ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ മോശം റിസൾട്ടുകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിനി ജൂനിയറാണല്ലോ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ഉള്ളത്. കാരണം റയൽ മാഡ്രിഡ് നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് വെള്ളക്കുപ്പായത്തിൽ. എന്തുകൊണ്ട് മഞ്ഞക്കുപ്പായത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്ന് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ കോച്ചിങ് ചേഞ്ചസും സ്റ്റെബിലിറ്റി ഇല്ലായ്മയൊക്കെ നമുക്ക് ഒരു കാരണമായിട്ട് പറയാൻ പറ്റുമെങ്കിലും എന്താണ്, അവിടെ ഇതിലും മികച്ച രീതിയിലുള്ള പ്രകടനം നമ്മൾ വിനി ജൂനിയറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആളിനെ ഈ നെയ്മർ ജൂനിയറിന് ഇഞ്ചുറി പറ്റിയതിന് ശേഷം ഒരു സെൻറ്റർ ഫോർവേഡൊക്കെ ആയിട്ട് ഒരു മത്സരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊളംബിയക്കെതിരെ മത്സരത്തിൽ. ആ മത്സരത്തിൽ ക്വാളിഫയിങ് മത്സരമായിരുന്നു. ബ്രസീൽ പരാജയപ്പെട്ടു 2-1 എന്നുള്ള സ്കോറിൽ. മാത്രമല്ല ഈ ചങ്ങയാണെങ്കിൽ 27 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ തൈ ഇഞ്ചുറി പറ്റിയിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു വിനി ജൂനിയർക്ക്. അപ്പോൾ അതിന് തൊട്ടടുത്ത മത്സരം പറഞ്ഞാൽ അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരമായിരുന്നു. അത് ബ്രസീലിൽ അർജൻറ്റീന പരാജയപ്പെടുന്നു. അത് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ വിനി ജൂനിയർ ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള സംഭവം. പിന്നെ 4 ഫ്രണ്ട്ലികൾ കളിക്കുന്നു. അതിൽ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള വെംബ്ലിയിലെ മത്സരത്തിൽ ആൾ മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. അസിസ്റ്റോ ഗോളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷേ പെർഫോമൻസ് മികച്ചതായിരുന്നു. എൻട്രിക്കിൻ്റെ ഗോളൊക്കെ വളരെ വൈൽഡായിട്ട് ഈവൻ വിനി ജൂനിയറും സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ കോപ്പ അമേരിക്ക വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോപ്പ അമേരിക്കയിൽ വിനി ജൂനിയർ ഡെലിവറി ചെയ്യണം എന്നുള്ളത് ബ്രസീലിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്താണ്, അത് അദ്ദേഹത്തിന് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഫസ്റ്റ് മത്സരത്തിൽ കോസ്റ്ററിക്കെതിരെയുള്ള മത്സരത്തിൽ എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിന് ഒരൊറ്റ ഡ്രിബിൾ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനെ ഡബിൾ ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷനും 2-3 താരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് ആ അവസരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആകെ 5 ടച്ചസ് മാത്രമേ ഓപ്പോസിഷൻ ബോക്സിൽ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ അണ്ടർവെൽമിംഗ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ മത്സരം സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അവസരത്തിൽ ഭയങ്കരമായിട്ട് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. തൊട്ടടുത്ത മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ വിനി ജൂനിയർ മികച്ച രീതിയിലൊരു പ്രകടനം കാഴ്ചവെക്കുന്നു. 2 ഗോളുകൾ അടിക്കുന്നു. നല്ല രീതിയിലൊരു വിജയം ബ്രസീലിന് സ്വന്തമാക്കാൻ സാധിക്കും. 4 ഗോളൊക്കെ ബ്രസീൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത മത്സരത്തിൽ കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ അനാവശ്യമായിട്ടൊരു യെല്ലോ കാർഡ് വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ സസ്പെൻഷൻ നേരിടേണ്ട സിറ്റുവേഷൻ വരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറുഗ്വേക്കെതിരെയുള്ള നോക്കൗട്ട് മത്സരത്തിൽ വിനി ജൂനിയറിന് കളിക്കാൻ പറ്റുന്നില്ല. ഈ യെല്ലോ കാർഡ് വാങ്ങിയതുകൊണ്ടാണ്. ഹാമസ് റോഡ്രിഗസിനെതിരെ ഒരു എൽബോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്താണ്, ബ്രസീൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്താകുന്നു. അൺഡെവലപ്മെൻറ്റ് ക്യാമ്പയിൻ. അപ്പോൾ എന്താണ്, വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബ്രസീലിൻ്റെ കുപ്പായത്തിൽ ഒരു മേജർ ടൂർണമെൻറ്റിൽ ടീമിനെ ഒരു സെമി ഫൈനലിലേക്കോ അല്ലെങ്കിൽ ഒരു ഫൈനലിലേക്കോ പോലും കൊണ്ടെത്തിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ. മാത്രമല്ല കളിക്കാൻ പോലും പറ്റിയില്ല. അത് ഡിസിപ്ലിൻ്റെ പ്രശ്നമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അങ്ങനത്തെ ഒരു ക്യാമ്പയിനായിരുന്നു കോപ്പ അമേരിക്ക ക്യാമ്പയിൻ വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെന്താണ്, ഇപ്പോൾ ഈ ഡൊറിവൽ ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കോച്ചാണല്ലോ. പുള്ളിക്കാരൻ വന്നിട്ട് ഇപ്പോൾ ഹിക്കപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബ്രസീലിയൻ സൈഡിൽ. പക്ഷേ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് അവർ ഒരു കോർണർ ടേൺ ചെയ്തു എന്നുള്ളതാണ് പലരും കരുതുന്നത്. കാരണം ചിലിക്കെതിരെയും പെറുവിനെതിരെയുള്ള വിജയം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു വിക്ടറി ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. കാരണം 2 പേരും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡുകളാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആ വിജയങ്ങൾ അനിവാര്യമായിരുന്നു. അത് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അവരുടെ മുമ്പിൽ വരുന്ന ടെസ്റ്റ് വെനിസ്വേലയ്ക്കെതിരെയുള്ള ഇന്ന് രാത്രിക്കത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത്. റഫീഞ്ഞ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിനി ജൂനിയർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഈ നെയ്മറിൻ്റെ അഭാവത്തിൽ ആ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു അവസരമാണ്. അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഡെലിവറി ചെയ്യണം. അത് വിനി ജൂനിയർക്ക് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. അദ്ദേഹം സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 24 വയസ്സായി. ഇനി എന്താണ്, 18 മാസങ്ങൾ കഴിഞ്ഞാൽ വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ ഇഞ്ചുറി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ പുതിയ സെറ്റ് ബാക്ക് നേരിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇനി അഥവാ നെയ്മർ ഉണ്ടെങ്കിൽ പോലും വിനി ജൂനിയറിൻ്റെ ഭാഗത്തുനിന്നും ഒരു ബിഗ് പെർഫോമൻസ് അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീൽ പ്രതീക്ഷിക്കുന്നുണ്ട്.
വിനി ജൂനിയർക്കും ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ. അപ്പോൾ സമയമായിട്ടുണ്ട് പ്രകടനങ്ങൾ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ. വെനിസ്വേല അത്ര നല്ല ഫോമിലല്ല ഇരിക്കുന്നത്. വെനിസ്വേലയെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ 5 മത്സരങ്ങളിൽ വിൻലെസ് ആണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വെനിസ്വേലയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരമുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനുശേഷം പിന്നെ ഉറുഗ്വേക്കെതിരെയാണ് മത്സരം. ഉറുഗ്വേ ബ്രസീലിന് കോപ്പ അമേരിക്കയിൽ പുറത്താക്കിയുള്ള സൈഡാണ്. പക്ഷേ ബിയൽസയുടെ കീഴിൽ അവിടെ കുറച്ച് ഇൻറ്റേർണൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അവർ മാത്രം നല്ല ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അവസാനത്തെ 4 മത്സരങ്ങളിൽ വിൻലെസ് ആണ് ഉറുഗ്വേ. അപ്പോൾ അഗെയിൻ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സിറ്റുവേഷനിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു അവസരമാണ്. അത് ഡൊരിവൽ ജൂനിയറിന് ബ്രസീലിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം വെറും വെള്ളക്കുപ്പായത്തിൽ മാത്രമല്ല തനിക്ക് കളിക്കാനറിയാം, മഞ്ഞക്കുപ്പായത്തിലും കളിക്കാനറിയാം എന്നുള്ളത് ആളുകളുടെ മുമ്പിൽ തെളിയിക്കേണ്ട ഒരു അവസരമാണ്. റയൽ മാഡ്രിഡിൽ അദ്ദേഹം ഒരു സ്ലോ സ്റ്റാർട്ടറായിരുന്നു. അതേപോലെ ബ്രസീലിലും ആളൊരു സ്ലോ സ്റ്റാർട്ടറാണ് എന്ന് വിചാരിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. ആ സ്ലോ സ്റ്റാർട്ട് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്തോളും, ഇനി അങ്ങോട്ട് ഗിയർ മാറ്റിക്കോളും വിനി ജൂനിയർ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകരിക്കുന്നത്. അപ്പോൾ അതാണ്, ഇനിയും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും വിമർശനത്തിൻ്റെ ആക്കം കൂടും, കനം കൂടും. നമുക്കറിയാം ബ്രസീലിൻ്റെ കുപ്പായം ധരിച്ചുകൊണ്ട് ബിഗ് പെർഫോമൻസുകൾ ബിഗ് മൊമെൻറ്റ്സിൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള സംഭവമല്ല. ഭയങ്കര ഭാരമുള്ളൊരു കുപ്പായമാണത്. കാരണം നമുക്കറിയാം ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലോകത്ത് ആരാണെന്നുള്ളത്. അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് അസാധ്യ ഫോമിൽ തന്നെയാണ് ഈ സീസണിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്കറിയുന്നതാണ്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ എന്താണ് ചങ്ങായി ഹാട്രിക്കൊക്കെ അടിച്ചിട്ട് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്തിരി സീനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഡെലിവറി നമ്മൾ കണ്ടു. റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് വിനി ജൂനിയർ 281 മത്സരങ്ങളിൽ നിന്ന് 95 ഗോളുകളും 82 അസിസ്റ്റുകളും നേടിയെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അനവധി ക്ലച്ച് മൊമെൻറ്റുകളിലും അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിനി ജൂനിയറിനെയാണ് നമുക്ക് ബ്രസീലിൻ്റെ കുപ്പായത്തിലും കാണാൻ ആഗ്രഹം. സാധിക്കുമോ? കണ്ടറിയാം. അതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.